ഏറ്റവും സ്നേഹമുള്ളവരെ, മിക്ക പ്രവാചകന്റെ പുസ്തകം 1 മുതൽ 7 വരെയുള്ള അധ്യായങ്ങള് ഈ ദിവസങ്ങളിൽ ഞാൻ വായിച്ച് റെക്കോർഡ് ചെയ്ത് യൂട്യൂബ് ചാനലിൽ ഇടുകയായിരുന്നു. ആ വായനയിൽ എൻ്റെ മനസ്സിനെ വളരെ ആഴമായി സ്പർശിച്ച ചില വചനങ്ങൾ എടുത്ത് ഞാൻ സംസാരിക്കുകയാണ്. ഇന്ന് ഞാൻ സംസാരിക്കുന്നത് മിക്ക പ്രവാചകന്റെ പുസ്തകം 7-ാം അധ്യായം 7-ാം വചനമാണ്. ഞാൻ കർത്താവിലേക്ക് കണ്ണുകൾ ഉയർത്തും, എൻ്റെ രക്ഷകനായ ദൈവത്തിന് വേണ്ടി ഞാൻ കാത്തിരിക്കും, എൻ്റെ ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കും. മിക്ക പ്രവാചകൻ ജീവിച്ചിരുന്ന കാലഘട്ടം നമുക്കറിയാം. 8-ാം നൂറ്റാണ്ട് BC-യിലാണ്. അതായത് ക്രിസ്തുവിന്റെ വരവിന് ഒരു 800 വർഷങ്ങൾക്ക് മുമ്പ് യൂദായിൽ ജീവിച്ചിരുന്ന ഒരു പ്രവാചകനാണ് മിക്ക പ്രവാചകന്റെ പുസ്തകത്തില് 5-ാം അധ്യായത്തിൽ 2-ാം വചനം പറയുകയാണ്, ബേത്ലഹേം എഫ്രാത്ത, യൂദാ ഭവനങ്ങളിൽ നീ ചെറുതാണെങ്കിലും ഇസ്രായേലിനെ ഭരിക്കേണ്ടവൻ എനിക്കായി നിന്നിൽ നിന്ന് പുറപ്പെടും. യൂദാ ഭവനത്തിൽ നിന്ന് യേശുനാഥൻ ജനിക്കുമെന്ന് മുൻകൂട്ടി പ്രവചിച്ച പ്രവാചകന്മാരിൽ ഒരുവനാണ് മിക്ക പ്രവാചകൻ. ആ മിക്ക പ്രവാചകന്റെ കാലഘട്ടത്തില് യൂദാ സാമ്രാജ്യം മുഴുവനും പലതരത്തിലുള്ള തിന്മകളും ബന്ധനങ്ങളും അസ്വസ്ഥതകളും എല്ലാം ഉടലെടുത്തിരുന്നു. ആ കാലഘട്ടത്തിൽ നീതിമാനായിട്ട് ജീവിച്ച ഒരു പ്രവാചകനാണ് മിക്ക പ്രവാചകൻ ജീവിച്ചത് യോഥാമും, ആഹാസ്, ഹെസക്കിയ ഈ രാജാക്കന്മാരുടെ കാലഘട്ടത്തിലാണ്. ആ പ്രവാചകൻ നമ്മളോട് അരുളി ചെയ്യുകയാണ്, ഞാൻ കർത്താവിങ്കിലേക്ക് കണ്ണുകൾ ഉയർത്തുന്നു. ഈ ലോകത്തില് യൂദാ രാജ്യത്ത് പലതരത്തിലുള്ള തിന്മകളുണ്ട്. ആ തിന്മകളിലേക്കൊന്നും എൻ്റെ മിഴികൾ പോകുന്നില്ല. പ്രത്യുത ഞാൻ പോകുന്നത്, എൻ്റെ മിഴികൾ പോകുന്നത് ദൈവത്തിങ്കിലേക്കാണ്, കർത്താവിങ്കിലേക്കാണ്, യാഹുവയിലേക്കാണ്, അദുനായിലേക്കാണ്. 2025 ജനുവരി 8-ാം തീയതിയാണ് ഞാൻ ഈ വചനം പറയുന്നത്. നമ്മുടെ സമൂഹത്തിൽ പലതരത്തിലുള്ള തിന്മകളുണ്ട്. നല്ല ദേവാലയങ്ങളുണ്ട്, നല്ല ആശുപത്രികളുണ്ട്, ധാരാളം നല്ല വ്യക്തികളുണ്ട്. എൻ്റെ മിഴികൾ, എൻ്റെ കണ്ണുകൾ, എൻ്റെ നയനങ്ങൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് ചിന്തിക്കുവാനുള്ള വലിയൊരു അവസരമാണ് ഈ പ്രവാചകൻ നമ്മുടെ മുമ്പില് 2800 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ മുമ്പിൽ വെച്ചു തരുന്നത്. നിന്റെ കണ്ണ് എവിടെയാണോ അവിടെയായിരിക്കും നമ്മുടെ ജീവിതവും. നമ്മുടെ കണ്ണുകളെ കുറിച്ച് മനഃശാസ്ത്രത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. മനുഷ്യന് 2 തരത്തിലുള്ള കാര്യങ്ങളാണുള്ളത്. ഒന്ന് പ്ലഷർ, മറ്റൊന്ന് അൺപ്ലഷർ. നമുക്ക് പ്ലഷർ നൽകുന്ന, സന്തോഷം നൽകുന്ന, സമാധാനം നൽകുന്ന ചില കാര്യങ്ങളുണ്ട്. എൻ്റെ മിഴികൾ പോകുന്നത് നല്ല കാര്യത്തിലേക്കാണോ, പ്ലഷറിലേക്കാണോ, നല്ല കാര്യത്തിലേക്കാണോ? ചില പ്ലഷറുകള്, ചില സന്തോഷങ്ങള് നമുക്ക് സന്തോഷമാണെന്ന് തോന്നുമായിരിക്കാം, പക്ഷെ അങ്ങനെയല്ല പിന്നീട് സംഭവിക്കുന്നത്. അൺപ്ലഷർ ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. നല്ല കാന്താരിമുളക് കടിക്കുമ്പോൾ നമുക്ക് അനുഭവപ്പെടുന്നത് അൺപ്ലഷറാണ്, സന്തോഷമില്ല, അൺപ്ലഷർ. മനഃശാസ്ത്രത്തിൽ പറയുന്നത് അങ്ങനെ. എൻ്റെ മിഴികളില് ഈ സന്തോഷം തരുന്ന, പ്ലഷർ നൽകുന്ന, ദൈവിക ആനന്ദം നൽകുന്നതാണോ എന്ന് ചിന്തിക്കുവാനുള്ള കാര്യമാണ് മിക്ക പ്രവാചകൻ നമ്മളെ ഉത്ബോധിപ്പിക്കുന്നത്. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, കാത്തിരിക്കുക, എക്സ്പെക്റ്റിംഗ്. യേശുവിന്റെ വരവിനെ കാത്തിരിക്കുക എന്ന് നമുക്ക് കാണുവാൻ കഴിയും. കാത്തിരിക്കുക, യേശു വരുന്ന സമയം കാത്തിരിക്കുക, വചനം നമ്മിലേക്ക് വരുന്ന സമയം കാത്തിരിക്കുക. കാത്തിരിപ്പിന്റെ ഒരു കാലഘട്ടമുണ്ട്. എന്തിനും. ഒരു വിവാഹത്തിന്റെ കാത്തിരിപ്പുണ്ട്,
ഈ ദിവസങ്ങളിൽ എന്നെ കാണാനായിട്ട് ഓസ്ട്രേലിയയിൽ നിന്ന് അരുണും അരുണിന്റെ ഭാര്യയും 3 മക്കളും വന്നു. പണ്ട് അരുണ് നിർമ്മൽ ഗ്രാം ധ്യാന കേന്ദ്രത്തില് വചന ശുശ്രൂഷ ചെയ്തിരുന്നവരാണ്. അവരുടെ വിവാഹം ഞാൻ ആശീർവദിച്ചു. അവരുടെ കുഞ്ഞുങ്ങളുമായിട്ട് വന്നു. അവർക്കൊരു കാത്തിരിപ്പിന്റെ കാലഘട്ടമുണ്ട്. 3 വർഷത്തോളം ഓരോ കുഞ്ഞും ജനിക്കുന്നതിന് കാത്തിരിപ്പിന്റെ ഒരു കാലഘട്ടമുണ്ട്. ആ 3 കുഞ്ഞുങ്ങളെയും കാത്തിരുന്ന് അവർക്ക് ലഭിച്ചതാണ് കാത്തിരിപ്പിന്റെ കാലം. സുഖപ്പെടുന്നതിനൊരു കാത്തിരിപ്പിന്റെ കാലമുണ്ട്. ഈ ദിവസങ്ങളില് വയലുകളിലൂടെ ഞാൻ പോവുകയായിരുന്നു. വയലെല്ലാം ഉഴുതുമറിച്ച് അല്പം ഒരു 3 വിരൽ വെള്ളം കെട്ടിയിട്ടിരിക്കുകയാണ്. ആ വിതച്ചിരിക്കുന്ന വയലുകളില് നെൽവിത്തുണ്ടെന്ന് എനിക്കറിയാം. കാരണം അത് വിതച്ചിരിക്കുന്ന പാടമാണ്, വിതച്ച പാടമാണ്. വിതച്ച പാടത്ത് പിറ്റേ ദിവസവും അതിൻ്റെ ഉടമസ്ഥൻ വന്നു നോക്കും, വെള്ളം എങ്ങനെയുണ്ട്. അവൻ തിരിച്ചു പോകും. പിറ്റേ ദിവസം 2ാമത്തെ ദിവസം വന്നു നോക്കും, എങ്ങനെയുണ്ട്. അവൻ തിരിച്ചു പോകും. 3ാമത്തെ ദിവസം തൻ്റെ ആ പാടത്തേക്ക് വയലിലേക്ക് വരുമ്പോൾ അവിടെ ആ നെൽമണികള് മുളച്ചു പൊങ്ങിയിരിക്കുന്നു. അവൻ പ്രതീക്ഷയോടെയാണ് വരുന്നത്. താൻ വിതച്ച വിത്ത് അവിടെ കുരുക്കും. ഈ ദിവസങ്ങളിലൊക്കെ ധാരാളം ദൈവിക പട്ടങ്ങൾ നടന്ന ദിവസങ്ങളാണ്. പൗരോഹിത്യ പട്ടം നടന്ന ദിവസങ്ങളാണ്. ജോസിൻ എന്ന് പറയുന്ന ഒരു ബ്രദറിന്റെ, ഒരു ഡീക്കന്റെ പട്ടത്തിൽ ഞാൻ, നോർത്ത് പുതുക്കാടാണ് അദ്ദേഹത്തിന്റെ വീട്. അദ്ദേഹത്തിന്റെ വീട് നോർത്ത് പുതുക്കാടാണ്. അവിടെ അവർ ലേഡി ഓഫ് ദ മൗണ്ട് ചർച്ച് AD 400 തുടങ്ങിയതാണെന്നാ പറയുന്നു ആ പള്ളി ദേവാലയം. അവിടെ ആ ബ്രദർ ജോയ്സൺ എത്രയോ വർഷങ്ങൾ കാത്തിരുന്നു. 82 വയസ്സുള്ള അവന്റെ അമ്മ ആ പള്ളിയുടെ ഏറ്റവും ഫ്രണ്ടിലെ വീൽ ചെയറിൽ വന്നിരിക്കുകയാണ്. രോഗിയാണ്. എന്നാലും ആ പട്ടത്തിനു വേണ്ടി ആഗ്രഹിച്ച് കാത്തിരിക്കുകയാണ്. ഒരു കുഞ്ഞിനു വേണ്ടി കാത്തിരിക്കുന്ന മക്കളെ പ്രതീക്ഷയോടെയാവുക. ദൈവം നിങ്ങളിലേക്ക് കടന്നു വരുന്ന നിമിഷങ്ങളാണ്. മക്കളില്ലാത്ത ദമ്പതിമാരെ 8-ാം സങ്കീർത്തനം 2-ാം വചനം ചൊല്ലട്ടെ. കർത്താവേ, ശിശുക്കളുടെയും മുലകുടിക്കുന്ന കുഞ്ഞുങ്ങളുടെയും അധരങ്ങൾ കൊണ്ട് സുശക്തമായ കോട്ട കെട്ടണമേ. ഒരു 100 പ്രാവശ്യം, 150 പ്രാവശ്യം, 250 പ്രാവശ്യം എല്ലാ ദിവസവും നിങ്ങളുടെ കഴുത്തില്, പ്രത്യേകിച്ച് ദമ്പതിമാര്, സ്ത്രീകള്, അവരുടെ കഴുത്തില് ആ തൈറോയിഡിന്റെ സ്ഥലത്ത് ജപമാല വെച്ചിട്ട്, അല്ലെങ്കിൽ ഈ വചനം തന്നെ ആവർത്തിച്ച് പ്രാർത്ഥിക്കട്ടെ. അവരുടെ ഉദരത്തിന്റെ ഭാഗത്ത് വെച്ച് പ്രാർത്ഥിക്കട്ടെ. ദൈവം ഇടപെടും. കാത്തിരിപ്പിന്റെ ഒരു കാലഘട്ടമുണ്ട്. ഒരു ഡിഗ്രി പഠിച്ച് ജയിക്കാൻ ഒരു കാത്തിരിപ്പിന്റെ കാലഘട്ടമുണ്ട്. ഒരു നേഴ്സാകാൻ കാത്തിരിപ്പിന്റെ കാലഘട്ടമുണ്ട്. മിക്ക പ്രവാചകൻ നമ്മളെ ഉത്ബോധിപ്പിക്കുന്നത് കാത്തിരിപ്പിന്റെ കാലം, കാത്തിരിപ്പിന്റെ കാലം, നന്മ ചെയ്യുന്ന കാലം, ദൈവത്തിൽ നോക്കിയിരിക്കുന്ന കാലം, ദൈവിക വചനം പഠിക്കുന്ന കാലം, ദൈവത്തിന് വേണ്ടി സമർപ്പിക്കപ്പെടുന്ന കാലം, അതായിരിക്കണം നമ്മുടെ ജീവിതത്തിൽ. അങ്ങനെയാണെങ്കിൽ കാത്തിരിപ്പിന് ഒരു അർത്ഥമുണ്ടാവും. 3ാമത് പ്രവാചകൻ പറയുകയാണ്, ദൈവം പ്രാർത്ഥന കേൾക്കും. യൂദായോട് പറയുക, ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കും. ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കും. സ്നേഹമുള്ളവരെ, വർഷങ്ങളോളം ഈ ധ്യാന ഫീൽഡിലൊക്കെ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും അത് തന്നെയാണ് ചെയ്യുന്നത്. ഇന്നേ വരെ പ്രാർത്ഥിച്ചിട്ട് നടക്കാതെ വന്ന ഒരു കാര്യവുമില്ല. നല്ലതിനു വേണ്ടി പ്രാർത്ഥിക്കും. ദൈവമേ നന്ദി. 100 കണക്കിന് രോഗികളെ സൗഖ്യപ്പെട്ട അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ എനിക്ക് സംസാരിക്കാൻ കഴിയും. ഒരിക്കല് ഡൽഹിയില് ധ്യാനം നടത്തുകയും മദർ തെരേസയുടെ ദേവാലയത്തില് ആ ധ്യാനം നടത്തി അവസാനം പോകുമ്പോൾ പറയുകയാണ്, അവർ പോകും വഴി സുഖം പ്രാപിച്ചു. ഈ വചനം ചൊല്ലിക്കൊണ്ട് പോകട്ടെ. വർഷങ്ങളായിട്ട് രക്തസ്രാവം കൊണ്ട് കഷ്ടപ്പെടുന്ന മകളെ കർത്താവ് സൗഖ്യപ്പെടുത്തും. വീട്ടിൽ ചെല്ലുമ്പോൾ അവൾ ആ വചനത്തിൽ വിശ്വസിച്ച് പോവുക. പോകും വഴി അവർ സുഖപ്പെട്ടു. 10 കുഷ്ഠരോഗികളെ പോകുന്ന വഴിക്കാണ് സുഖപ്പെട്ടത്. അപ്പൊ പോകുന്ന വഴിക്ക് സുഖപ്പെടുത്താൻ കർത്താവ് ആ വഴി അരികിലുണ്ട്. പോകുന്ന വഴിക്ക് നമ്മളെ സുഖപ്പെടുത്താൻ കർത്താവ് ദേവാലയത്തിലുണ്ട്. പോകുന്ന വഴിക്ക് നമ്മളെ സുഖപ്പെടുത്താൻ വചന പ്രഘോഷകരുണ്ട്. പോകുന്ന വഴിക്ക് നമ്മെ സുഖപ്പെടുത്താൻ കൗൺസിലിംഗ് ഉണ്ട്.
പോകുന്ന വഴിക്ക് പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ ഇതെന്റെ ശരീരമാണ്, ഇതെന്റെ രക്തമാണ്, നിങ്ങൾ വാങ്ങി ഭക്ഷിക്കുമെന്ന് അരുളി ചെയ്തുകൊണ്ട് യേശു എന്റെ ജീവിതത്തിലേക്ക്, നമ്മുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കുക. നീ വിശ്വസിക്കുക, നീ നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കുമെന്ന് നടപടി പുസ്തകത്തിൽ 16-ാം അധ്യായത്തിൽ പറയുന്നില്ലേ? അരുത് അരുത് എന്ന് പറഞ്ഞിട്ട് പൗലോസും സീലാസും പറയുന്നതാണ്. നീ വിശ്വസിക്കുക, നീ വിശ്വസിക്കുക, ഈ വചനം കേട്ടുകൊണ്ട് വിശ്വസിക്കുക. നിന്റെ കണ്ണുകൾ ഉയരട്ടെ, നീ കാത്തിരിക്കുക. നിന്റെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നു, കർത്താവ് നിന്നെ രക്ഷിക്കുന്നു. ദൈവമേ നന്ദി, ദൈവമേ ആരാധന. ക്രിസ്തുവിന്റെ വരവിന് 800 വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയ ഈ വചനം ഇന്നും നാളെയും നമ്മിലേക്ക് കടന്നു വരും. ആ വചനത്തിനായി പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, അങ്ങയുടെ തിരുമുമ്പിലേക്ക് ഈ വചനം കേൾക്കുന്ന എല്ലാ മക്കളെയും സമർപ്പിക്കുന്നു. എൻ്റെ കണ്ണുകൾ ഞാൻ സ്വർഗത്തിലേക്ക് ഉയർത്തും. എൻ്റെ രക്ഷകനായ ദൈവത്തിനു വേണ്ടി ഞാൻ കാത്തിരിക്കും. എൻ്റെ ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കും. ഈ വിശ്വാസത്തോടെ പ്രത്യേകിച്ച് രോഗികളായ മക്കൾക്ക്, നടുവ് സംബന്ധമായ രോഗങ്ങളുള്ളവർക്ക്, പുറത്ത് നീർക്കെട്ട് കെട്ടുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അവരിലേക്ക് അങ്ങയുടെ ആത്മാവ് കടന്നു ചെല്ലുന്നതിന് നന്ദി പറയുന്നു. എല്ലാവരെയും അനുഗ്രഹിക്കുന്ന പരിശുദ്ധാത്മാവേ, ഈ മക്കളിലേക്ക് കടന്നു ചെല്ലണമേ, അനുഗ്രഹിക്കണമേ. ആമേൻ. സ്നേഹമുള്ളവരെ, നിങ്ങൾ ഇതെല്ലാവർക്കും ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. വചനം വളർത്താൻ, വചനം കൊടുക്കാൻ നമ്മെ കൊണ്ട് സാധിക്കുന്ന രീതിയിൽ നമ്മൾ പരിശ്രമിക്കുക. നല്ല കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ.